അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസ്ക് വെക്കാത്ത 4 ജനങ്ങൾ, ടോമിങ്കിള്, ഞാൻ, ഷിൻഡോയ്, അലൻ. അപ്പോൾ നമ്മളെ ഇങ്ങോട്ടേക്ക് ആനക്കട്ടി കേരള ബോർഡറും കേരള തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തി. ഇനി ഏകദേശം കുറച്ചും കൂടെ ദൂരത്തേക്ക് പോവാണ്. അതായത് ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കയറുന്ന വണ്ടികൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയുള്ളൊരു ജസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗാണിത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇത് തൊട്ട് മുന്നിൽ കാണുന്ന ഈ തമിഴ്നാട് വണ്ടി വരുന്നില്ലേ, അത് തമിഴന്മാരുടെ ചെക്ക് പോസ്റ്റാണ്. ഫുള്ള് ഇതിൻ്റെ അകത്ത് ഇതുണ്ട്, അരസ, പേക്കുവനന്ത്, കളക്കം, കോവൈ തിരുപ്പൂരിൻ്റെ പോകുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇതാണ്ട് ആനക്കട്ടിയിൽ നിന്ന് മുന്നോട്ടേക്ക്, ഇത് കോയമ്പത്തൂർ റൂട്ടാണെന്ന് തോന്നുന്നല്ലേ, ആനക്കട്ടി കോയമ്പത്തൂർ റൂട്ടിലാണ്. ഇവിടെ ഒരു ഹമ്പൊക്കെ വെച്ചിട്ട് ഇത് തമിഴ്നാട് വനത്തുറൈ എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. കോവൈ കോട്ടം എന്നൊക്കെ എഴുതിയിട്ട് കുറേ തമിഴിൽ വെച്ചിട്ടുണ്ട്. അത്ര സ്പീഡ് തമിഴ് വായിക്കാൻ വേണ്ടി കിട്ടത്തില്ല. അപ്പം ഇവിടെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡുകളുടെ ഒരു ഭയങ്കരമായ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല കിടുക്കാച്ചി റോഡാണ്. ഇതിൽ ജസ്റ്റ് കേരള ബോർഡറിൽ നമ്മൾ കയറിയിട്ടേ ഉള്ളൂ, എങ്കിൽ പോലും നല്ല സൂപ്പർ റോഡുകളാണ്. ഇപ്പോൾ കോവൈ എന്ന് പറഞ്ഞിട്ടുള്ള ഏതാവാ, കോവൈ 28 കിലോമീറ്റർ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും തമിഴ്നാട്ടിലെ ഗ്രാമമാകാം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന 28 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വരുന്നൊരു ടൗണ് ആകാം, ടൗൺഷിപ്പ് ആവാം, എന്തുമാവാം. അപ്പം അതാണ് എഴുതി വെച്ചിട്ടുള്ളത്. പോകുന്നത് റോഡ് ഒരു രക്ഷയില്ലാത്ത പൊളി റോഡാട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ റോഡല്ല, അൽ വൈബ് റോഡ്, അടിപൊളി റോഡ്. ടോമിയങ്ങളാണ് ക്യാമറാമാൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറാമാൻ ആയിരിക്കുകയാണ്. ഒരു കട്ടറി വണ്ടിയാടിയാണ് കേട്ടത്. നല്ല മരങ്ങളൊക്കെ നിറച്ച്, ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതായത് തമിഴ്നാടും കേരളവും അങ്ങോട്ട് വരുന്നത് തങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ഇത്. റോഡ് മാത്രം വ്യത്യാസമുണ്ട്. ലെഫ്റ്റിലേക്കാ SR ജിങ്കിൾ റിസോർട്ട്, ലെഫ്റ്റ് സൈഡിലേക്കാ അതല്ലേ. സലേഷേട്ടിന്റെ SR ജിങ്കിൾ റിസോർട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു ആൾക്കാരൊക്കെ വന്ന് കയറുന്നു. എന്തോ ഒരു റബ്ബർ നഴ്സറി ആണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത് നഴ്സറിയാണ്, ചെടികളുടെ. പിന്നെ ഒരു വാഴത്തോട്ടമുണ്ട്. ഇവിടുത്തെ എന്താണേലും ആകാശം ഒരു രക്ഷയില്ല. വെനത്തെ ഹോസ്പിറ്റൽ അല്ലേ, അതല്ലേ. ഇവിടെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലല്ലേ, അതിൻ്റെ അകത്തേക്കാണ് ഒരു ഹോസ്പിറ്റൽ ഉള്ളത്. അങ്ങോട്ട് കയറാം അല്ലേ, ശരിയാ മതിയേ. നമ്മൾ ജസ്റ്റ് തമിഴ്നാട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തേ ഉള്ളൂ. മെയിനായിട്ട് കേരള ബോർഡർ ക്രോസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം ഏറ്റവും കൂടുതൽ തോന്നുന്ന മാറ്റം റോഡുകളുടെ ഒരു നിലവാരമാണ്. നല്ല നിലവാരമുള്ള റോഡുകളാണ് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പം തോന്നിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഞാൻ അധികം സഞ്ചരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ രാമക്കൽമേട് വ്ളോഗൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ നമ്മൾ താഴെ നിന്ന് നോക്കും, അവിടെ രാമക്കൽമേടിന്റെ മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ താഴെ തമിഴ്നാടിന്റെ റോഡുകളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നല്ല റോഡുകളില്ലെന്നല്ല, പക്ഷേ എങ്കിലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വരുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്ന ഒരു സ്ഥലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. നേരത്തെ കണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഏകദേശം കുറച്ച് ഷാഡോ ആയി കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ നല്ല ബ്രൈറ്റ് സ്കൈ ആയിരുന്നു. അവര് നേരത്തെ ഇങ്ങോട്ടേക്ക് നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ 2 ആൾക്കാർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയ ഒരു സ്വിഫ്റ്റ്. നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അത് പ്രധാനമായിട്ടും അട്ടപ്പാടി റേഞ്ച്, അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം മദ്യനിരോധന മേഖലയാണ്. അപ്പം എന്തെങ്കിലും മദ്യക്കടത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരിക്കാം ചെക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ നിന്ന് അങ്ങനെ ചെക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞങ്ങൾ വന്നതാണ്. ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ.
കട്ട് ചെയ്തോ. അപ്പോൾ അങ്ങനെ ഇതാണ് തമിഴ്നാട് കേരള ബോർഡറാണിത്. അപ്പം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് കയറുവാണ്. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്, വെൽക്കം ടു കേരള, പാലക്കാട് ഡിസ്ട്രിക്ട് പോലീസ് എഴുതിയിട്ടുള്ള ഒരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇവിടുന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു സാധനം എല്ലാം വെച്ചിട്ടുണ്ട്. CCTV അവർ നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, മാസ്ക് വെക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. ഇത് കട്ട് ചെയ്യും. അതെ. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മളെ സാധാരണ പോലെ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി സൈഡാക്കണം എന്ന് പറഞ്ഞു. വണ്ടി ഞാൻ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സൈഡിൽ നിർത്തിയിട്ട് അവർ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഇത് ഇലക്ഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് മാവോയിസ്റ്റ് അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം കോവിഡ് സംബന്ധമായ പാസുകളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല, ഇത് അവരെന്നോട് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു സേഫ്റ്റി വൈസ് ആണ് നമ്മൾ ചെക്ക് ചെയ്ത്. മദ്യമുണ്ടോ, ഇവിടെ മദ്യനിരോധിത ഏരിയ ആയതുകൊണ്ട് വണ്ടിയിൽ മദ്യമുണ്ടോ, അല്ലെങ്കിൽ ഇലക്ഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നോട്ടുകളുടെ പിന്നെ എന്താ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തുന്നുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എൻ്റെ വരുന്ന വണ്ടികൾ മുഴുവൻ ഡിക്കി ബുക്ക് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പം ഈ വക കാര്യങ്ങൾ കൊണ്ടായിരിക്കും. എൻ്റെ പിന്നെ കോവിഡ് സംബന്ധമായിട്ട് വരുന്ന ട്രാവലേഴ്സ് ആണെങ്കിൽ ഒരിക്കലും മറ്റ് സാധനങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ പാസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ അവിടുന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ അവർ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. അല്ലാണ്ട് നമ്മൾ അവിടെ ക്രോസ് ചെയ്തിട്ട് വരുന്ന വീഡിയോ മാത്രമേ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.